ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കടുമാങ്ങച്ചാറിൻ്റെ ഓണം സ്പെഷ്യൽ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ കറി ആയിട്ടാണ്. പൈനാപ്പിൾ കറി എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമുള്ളൊരു കറിയാണല്ലേ. നല്ല മധുരമുള്ളൊരു കറിയാണിത്. എനിക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കറി വയ്ക്കാൻ നിങ്ങൾ എടുക്കേണ്ടത്. നമുക്ക് ഇതേപോലെ ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുറിച്ച് നോക്കിയപ്പോൾ ഈ കളർ കണ്ടിട്ട് എനിക്ക് അത്ര മധുരമുള്ളതായിട്ട് തോന്നുന്നില്ല. സാധാരണ നല്ല മധുരമുള്ള പൈനാപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു യെല്ലോയിഷ് അതിങ്ങനെ മാറി ഒരു ഓറഞ്ച് കളറിലേക്ക് പോകുന്ന അത്രയും അങ്ങനത്തെ ഒരു കളറായിരിക്കും നല്ല പൈനാപ്പിളൊക്കെ ഉണ്ടാവുക. അപ്പം ഇത് കഴിച്ച് നോക്കിയാലും അറിയാം നമുക്കത് എങ്ങനെയുണ്ടെന്ന്. പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ കറിയിലേക്ക് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ശർക്കര ചേർക്കരുത്. എനിക്കിഷ്ടം ഇതുപോലെ പൈനാപ്പിൾ കറിയൊക്കെ വയ്ക്കുമ്പം പഞ്ചസാര ചേർക്കാനാണ് ഇഷ്ടം. അതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്കിത് നാലായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം തൊണ്ടൊക്കെ നമ്മൾ കളയുമ്പോൾ കുറച്ച് കട്ടിയിൽ ചെത്തി കളയണം. കാരണം പൈനാപ്പിളിൻ്റെ പുറത്തുള്ള ഈ കറുത്ത കുത്തുകളുണ്ടല്ലോ, അത് നന്നായി ചെത്തിപ്പോണം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് കഴുകി നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതിനെ രണ്ടായി ഒന്നുകൂടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തുള്ള നല്ല കട്ടിയുള്ള ആ ഭാഗത്ത് പറയുന്നത് കൂഞ്ഞാന്നാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇത് കഴിച്ചാൽ ചൊറിയെന്നാണ് പറയുക. നമുക്ക് പൈനാപ്പിളിനെ ഇതേപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ചേർത്ത് പിടിച്ച് കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. നമ്മൾ പറയില്ലേ നിരുന്ന് അരിയാന്ന് പറയില്ലേ, അതേപോലെ അരിഞ്ഞു കൊടുക്കണം. എല്ലാം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പം ഈ പൈനാപ്പിളിൽ നിന്ന് നന്നായി ജ്യൂസ് ഇറങ്ങി വരും. ആ ജ്യൂസിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചെറിയൊരു ബലം കൊടുത്ത് തിരുമ്മിയെടുത്താൽ മതി. ഒരുപാട് ബലം പ്രയോഗിക്കരുത്. ഒരുപാട് ഉടയാൻ പാടില്ല. കണ്ടോ, ഇതിൽ നിന്ന് നന്നായിട്ട് പൈനാപ്പിളിൻ്റെ ജ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് മതി. 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് 4 പച്ചമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. എല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തീയെ ലോ ഫ്ലെയിമിലിട്ട് പിന്നെ വേവിച്ചെടുക്കണം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് തേങ്ങയായിരുന്നു. ഫ്രോസൺ തേങ്ങയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 പിടി തേങ്ങ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 7 കാഷ്യൂ നട്ട്സും ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പച്ചമുളക് തന്നെ വേറെ ചേർക്കുന്നില്ല. 4 പച്ചമുളക് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്. ഞാൻ ചേർത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ അല്പം വെള്ളം മാത്രം ഒഴിച്ച് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. അപ്പം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്നുകൂടെ നന്നായി അരച്ചെടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ കുറേ വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നന്നായി അങ്ങ് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് ഇങ്ങനെ കറക്കിയെടുത്തത്. ഇനി നമുക്ക് നന്നായി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ 1/2 കപ്പ് ഞാൻ വെള്ളം ഇതിൽ ചേർക്കുന്നുണ്ട്. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പൈനാപ്പിളിൻ്റെ നല്ല മണമൊക്കെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ജാറിൽ കുറച്ചും കൂടെ അരപ്പ് മിച്ചമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ജാറ് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഈ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കിയെടുക്കണം. തൈരോടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറിയിലേക്ക് ഇത് ചേർക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മിക്സിയിലോട്ട് കറക്കിയെടുക്കുന്നത്. 5 മിനിറ്റ് കടന്ന് ഈ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ നേരത്തെ അരപ്പിൽ വെള്ളമൊക്കെ ചേർത്തെങ്കിലും കൂടെ ഇതെല്ലാം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ തൈര് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം.
അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പൈനാപ്പിളിന് മധുരം കുറവായിരുന്നു. പുറമേ നോക്കുമ്പോൾ നല്ല കളറും പഴുത്ത നല്ലൊരു ഇതൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഉള്ളിൽ കണ്ടപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ ഇത്തിരി ലൈറ്റ് യെല്ലോ ആയിരുന്നു. അപ്പോൾ മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 3 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടിച്ചു വച്ചിരിക്കുന്ന ഈ തൈരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക, സ്റ്റൗ ഓഫ് ചെയ്യാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല നമ്മൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും നിറയെ വെള്ളമായി പോയല്ലോ എന്ന്. പക്ഷേ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ തൈര് നമ്മൾ അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇത്തിരി വെള്ളമായി പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ ഇത് ചൂടാറി ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കാം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് നമുക്ക് ഈ പച്ചടിക്കൊക്കെ ബെസ്റ്റ്. അതുതന്നെ ചേർക്കാൻ നോക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കയ്പ്പ് ടേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഉലുവ ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്തോളൂ. പിന്നെ മുളക് 2 ചേർത്തിട്ടുണ്ട്, കറിവേപ്പിലയും. ഇത് നമുക്കിനി താളിച്ച് ചേർക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ കറിക്കൊന്ന് നല്ലൊരു കളറ് കിട്ടാനായിട്ടാണ്. നമ്മൾ മീൻ കറിയിലേക്ക് താളിച്ച് ചേർക്കുമ്പോൾ മുളക് പൊടി ചേർക്കില്ല അവസാനമായിട്ട്, നല്ല റെഡ് കളർ കിട്ടാനായിട്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പൈനാപ്പിൾ കറിക്ക് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞു. നമുക്കിത് വേഗം ഒന്ന് ഒരു ലിഡ് ഉപയോഗിച്ച് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ താളിച്ച് ചേർത്തതിൻ്റെ എല്ലാ സ്മെല്ലും ഇപ്പോൾ അത് തുറക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതങ്ങനെ പിടിക്കുമല്ലോട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനതങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഓണസദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. ഇനിയും ഈ കറി തണുക്കാനുണ്ട് കേട്ടോ, ഇപ്പോഴും ചൂടുണ്ട്. അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റാണ്. എൻ്റെ മക്കളും അവർക്കും ഇഷ്ടമായിട്ടോ. മൂത്ത ആളാണെങ്കിൽ പതിവില്ലാതെ കുറേ ഭക്ഷണം കഴിച്ചു. അതുപോലെ എപ്പോഴും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും ഇത്തവണത്തെ ഓണം ഗംഭീരമാവട്ടെ. വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.